അതുപോലെ പണ്ട് കണ്ടിട്ടുള്ള വേറൊരു കലാപരിപാടി ഉണ്ട്. നാട്ടിൽ ഏതെങ്കിലും കശവശി ഉണ്ടായി കഴിഞ്ഞാൽ അവസാനം പറയുന്ന വാക്കാണ് പെരുന്നാളിന് കാണാടാ അല്ലെങ്കിൽ ഉത്സവത്തിന് കാണാടാന്ന്. പിന്നെ നോക്കാണ്ട് സാറേ എന്നാ തല്ലേനുള്ള രാത്രി ഈ ഉത്സവത്തിന് കാണാം എന്ന് പറയുന്നത് ഉത്സവത്തിന് തല്ലി തീർക്കുന്നത് തന്നെയാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ പെരുന്നാൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും ഒരു തല്ലുറപ്പാണ്. ഞങ്ങളുടെ പള്ളിയിൽ മാത്രമല്ല, നാട്ടിലുള്ള എല്ലാ പള്ളികളിലും അത് തന്നെ അവസ്ഥ. പള്ളി പെരുന്നാളാണോ അല്ല ഉത്സവമാണോ ഒരു തല്ലുണ്ടാവും, കുറേ പേര് ഹോസ്പിറ്റലിൽ പോവും, ചില കേസുകളിൽ ആൾക്കാർ മരിച്ചിട്ട് വരുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ രാത്രി അമ്പെന്ന് പറയും. അതായത് നാട്ടിലുള്ള എല്ലാവരും കൂടെ ആഘോഷമായിട്ട് ബാൻഡ് സെറ്റൊക്കെ അടിച്ച് പള്ളിക്ക് പോകുന്ന പരിപാടിയാണ്, രാത്രിയാണ് നടക്കണേ. ഈ അമ്പ് പള്ളി ചെന്ന് കയറുന്നത് രാത്രി 12 മണിക്കാണ്. ഒരു പ്രാവശ്യം അമ്മായിയുടെ വീട്ടിൽ പള്ളി പെരുന്നാളിന് പോയായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ നടക്കണതിനിടയിൽ കൂടെ 2-3 പേര് കൂടിയിട്ട് ഒരാൾ ഉന്തിത്തള്ളി കൊണ്ടുപോവാ. അപ്പോൾ ഉന്തിത്തള്ളിക്ക് പോകണ കാണുമ്പോൾ എല്ലാവരും നോക്കുമല്ലോ. അപ്പോൾ ചിലർ നടക്കം പറയുന്നുണ്ട് ഇവൻ്റെ പണി തീർന്നു ആ മോഡലൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ പകച്ച് നോക്കിക്കുക അയാൾ ഉന്തിത്തള്ളി കൊണ്ടുപോകുന്നത്. അയാളെന്ന് പറയാൻ പറ്റില്ല, പയ്യനാണ്. 20 വയസ്സോ അല്ലെങ്കിൽ 22 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ഉന്തിത്തള്ളി കൊണ്ടുപോകുന്നതും പയ്യന്മാർ തന്നെയാട്ടാ. പെരുന്നാൾ 2 ദിവസമാണ്. അങ്ങനെ പിറ്റേ ദിവസം നമ്മളിങ്ങനെ കേട്ടു ആ ഉന്തി കൊണ്ടുപോയ ആളെ കൊന്ന് എവിടെ ഇട്ടേക്കാണ്.